അപ്പൊ ഹലോ ഗൈസ്, ഞാനിപ്പോ എന്റെ ചേച്ചീന്റെ അവിടെയാണ് കേട്ടോ ഉള്ളത്. ആദ്യം രാവിലെ തന്നെ നല്ല കളിയിലാണ്. സമയം 10 മണിയായി. ഇന്ന് എണീക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി. ഇന്നലെ ഒരു പരിപാടിക്കൊക്കെ പോയിട്ട് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. ഷനിലേട്ടനും ഞാനൊക്കെ കഴിഞ്ഞ ദിവസം ആദ്യം വാങ്ങിയ കളിപ്പാട്ടത്തിലാണ് കളി. ഇതാണ് സാധനം. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഉത്സവത്തിന് പോകുമ്പോ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങാത്ത ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ കുറച്ച് രാധിയുടെ കൂടെ കളിച്ചു നിൽക്കുമ്പോ ചേച്ചി ചായ കുടിക്കാൻ വിളിച്ച് അങ്ങനെ നേരെ ചായ കുടിക്കാൻ പോയിരുന്നു. എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആള്. പൂരിയും കടലക്കറിയും ഉണ്ട്, ബീഫ് ഉണ്ട്, അതുപോലെ ഇത് ഈ നാട്ടിലത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്, പത്തല് എന്ന് പറയും. അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് ചായ ഒക്കെ കുടിച്ച് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് തീർത്തു വെച്ചു. അതൊക്കെ കഴിഞ്ഞതേ നേരെ അടുക്കളയിലേക്ക് വന്നപ്പോ അമ്മയും ചേച്ചിക്ക് ഒരു പണിയിലാണ്. വേറെ ഒന്നല്ല, ഇന്ന് ഉച്ചക്കത്തേക്ക് ചേച്ചിയുടെ ഒക്കെ നല്ല അടിപൊളി ഫിഷ് ബിരിയാണിയാണ്. എന്നിട്ട് നേരെ പുറത്ത് ഷനിലേട്ടന്റെ ഏട്ടന്റെ അങ്ങോട്ട് വന്ന് ആദ്യം അവളുടെ ഫ്രണ്ടൊക്കെ നല്ല കളിയിലാണ്. ഇവിടെ ഷനിലേട്ടനൊക്കെ വണ്ടിയൊക്കെ ഫുൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിക്ക് ചെറിയ പണി എടുപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അഴിച്ച സാധനങ്ങളൊക്കെ ഇവിടെ പോർച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. പറയുന്ന അത്ര എളുപ്പമല്ല, നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. നല്ല വെയിലുമാണ് പുറത്ത്. അവര് രാവിലെ നേരത്തെ തുടങ്ങിയ പരിപാടിയാണ്. അവരവിടെ പണിയെടുക്കുന്നത് ആദ്യമൊക്കെ നല്ല കളിയിലാണ്. അങ്ങനെ ഉച്ചക്കാവാനായപ്പോ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മളെത്തിയപ്പോഴത്തേക്കും ചേച്ചി നല്ല അടിപൊളി ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അതൊക്കെ കഴിച്ച് ക്ഷീണം മാറ്റാൻ ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ സമയം നോക്കിയപ്പോഴാണ് 5:15 ഇപ്പോഴും നമ്മുടെ വണ്ടിയിലെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതെന്തായിരുന്നു പോയി നോക്കാന്ന് വിചാരിച്ച് അവിടെ എത്തിയപ്പോ മുറ്റത്തൊക്കെ കുറെ സാധനങ്ങൾ കിടക്കുന്നു. വണ്ടീന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോ ഒരുവിധം എല്ലാ സാധനങ്ങളും അയച്ചിട്ടുണ്ട്. ഒരുപാട് തുരുമ്പുണ്ട്. പ്ലാറ്റ്ഫോമിലും അതുപോലെ റൂഫിന്റെ അവിടെയൊക്കെ നല്ല തുരുമ്പ് കയറിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം അഴിച്ചു കഴിഞ്ഞ അവസാനം ഡ്രൈവർ സീറ്റ് മാത്രം തിരിച്ച് ഫിക്സ് ചെയ്ത് മൊത്തത്തിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ട്. ആദ്യം ഒരു ക്രിസ്മസ് തൊപ്പിയൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ചെല്ലേട്ട പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന്. അപ്പൊ എന്തായാലും അത്രയല്ല ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.